ടോപ്പേഴ്സ് ബോൺ? ആളുകൾ ടോപ്പേഴ്സ് ആയിട്ടാണോ ജനിച്ചത്? ഈ ഒരു ക്വസ്റ്റ്യനിലെ ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പം ബിഫോർ ഗോയിങ് ടു ദ സെഷൻ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. കഥയല്ല, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മിസ്സാവട്ടെ, നിങ്ങളാവട്ടെ, നമ്മളെല്ലാവരും എക്സാം സമയത്ത് മാർക്ക് കുറയുമ്പോൾ നമ്മളെ ക്ലാസ്സിൽ എല്ലാവർക്കും അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാർക്ക് കുറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് എക്സ്ക്യൂസസ് നമ്മുടെ പാരൻസിനോട് പറയാറുണ്ട് അല്ലേ. ലൈക്ക് നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളെല്ലാവരും പറയും, അവനും ഒക്കെ നല്ല മാർക്ക് കിട്ടിയത് അവളുടെ പാരൻസ് ടീച്ചേഴ്സാണ്, അതുകൊണ്ടാണ് അവർക്ക് നല്ല മാർക്ക് കിട്ടിയത്. അല്ലെങ്കിൽ അവന് ജസ്റ്റ് ഒന്ന് ബുക്ക് തുറന്നാൽ മതി, എല്ലാ കാര്യങ്ങളും തലയിൽ കയറും, എന്നെ പോലെ ഒന്നല്ല. അല്ലെങ്കിൽ അവള് ജന്മനാ അങ്ങനെയാണ്, നല്ല പഠിപ്പിയായിട്ടാണ് ജനിച്ചത്, അതുകൊണ്ടാണ് ഇപ്പോഴും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒത്തിരി എക്സ്ക്യൂസസ് നമുക്ക് മാർക്ക് കുറഞ്ഞതിൽ നമ്മൾ അവരുടെ പേരിൽ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് തീർക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ ഒബ്വിയസ്ലി കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും മക്കളെ, ഈ ടോപ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ജന്മനാ ടോപ്പേഴ്സ് ആയിട്ടാണോ ഉണ്ടായിട്ടുള്ളത്? അവർ ബോൺ ചെയ്തത് തന്നെ ടോപ്പേഴ്സ് ആയിട്ടാണോ? അല്ല. ആരും എന്ത് ചെയ്തിട്ടില്ല, ടോപ്പേഴ്സ് ആയിട്ടല്ല ജനിച്ചത് കേട്ടോ. എല്ലാവരും അവരുടെ ഹാർഡ് വർക്കിലൂടെ തന്നെയാണ് ഇങ്ങനെയൊരു പദവിയിലേക്ക്, ടോപ്പർ എന്ന പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പർ ആവണ്ടേ? നമുക്കിനി ക്രിസ്മസ് എക്സാമിന് വെറും 50 ദിവസമാണ് ബാക്കിയുള്ളത്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ബാക്കി പരിപാടികൾ സൺഡേസ് ഒക്കെ ഒഴിച്ചാൽ നമുക്ക് വെറും 50 ഡേയ്സ് ആണ് നമ്മളുടെ മുമ്പിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ളത്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കേണ്ടതില്ല. ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്താലാണ് നമുക്കും ഈ ഒരു ടോപ്പർ ആവാൻ മാറുക? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ തുടങ്ങിയാൽ മതി. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്കും എന്താവാം, ഇവരെ പോലൊക്കെ തന്നെ ടോപ്പറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഈ 50 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ടോപ്പർ ആവാം എന്നുള്ള ഒരു ഈസി സ്റ്റഡി ഹാക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്ത് പറയില്ല, ഞാൻ ജനിച്ചപ്പോഴേ ടോപ്പർ ആയിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് നല്ല വിവരമൊന്നും പറയില്ല, നമ്മളും എന്താവും, ടോപ്പറായിട്ട് നാളെ മാറും അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പൊമോദോറോ ടെക്നിക്. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പിടിയൊന്നും കിട്ടലുണ്ടാവില്ല. ബിക്കോസ് അതെന്തായാലും പൊമോദോറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 25 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് കുറച്ച് ബ്രേക്ക് എടുക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ നിങ്ങളോട് പഠിക്കാൻ പറയാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഇരിപ്പിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ഇരുന്ന് പഠിക്കാതെ എന്ത് ചെയ്യുക, ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുക, പിന്നെയും 25 മിനിറ്റ്സ് പഠിക്കുക. അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും. കാരണം അവിടെ നമ്മളെ ബ്രെയിനും എന്ത് കിട്ടുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവനും വേണ്ട ഒരു റെസ്റ്റ് ഒക്കെ. യെസ്, അപ്പോൾ ഈ ഒരു പൊമോദോറോ ടെക്നിക്ക് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ട് അച്ഛ ഞാനിതാ 2 മണിക്കൂർ ഇരുന്ന് പഠിക്കുകയായിരുന്നു എന്നൊന്നും പറയാതെ 25 മിനിറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇരിക്കുന്ന ആ ഒരു ടൈം എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് കുറച്ച് ബ്രേക്ക് എടുക്കുക. പിന്നീട് നിങ്ങൾ പഠിക്കുമ്പോൾ പിന്നെയും നിങ്ങൾക്കൊരു ഉത്സാഹം വരും. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് റീകോൾ. ആക്റ്റീവ് റീകോൾ ആണ് പറയുന്നത്. അതായത് പഠിച്ച കാര്യം നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ മാത്സിലൊരു ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ബുക്ക് ഒന്ന് അടച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് റീകോൾ ചെയ്യുക, ഒന്ന് കാണാതെ പറഞ്ഞു നോക്കുക, യെസ് ഇതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഇനി സോഷ്യൽ എന്തെങ്കിലും ടോപ്പിക്സ് ആണെങ്കിൽ യെസ് ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പോയിന്റ്സ്. അങ്ങനെ നിങ്ങൾ തന്നെ ബുക്ക് മടക്കിയിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ റിവൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീകോൾ എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ സാധനവും വള്ളം പോലെ പഠിച്ചിട്ട്, അതായത് നാളെ ഒരു ടെസ്റ്റ് ആണെങ്കിൽ ഇന്ന് വള്ളം പോലെ പഠിച്ചു, നെക്സ്റ്റ് എക്സാം ഹാളിൽ പോയി ഒന്നും കിട്ടിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ റീകോൾ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം ഈ 50 ഡേയ്സ് ചാലഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം, റീകോൾ കൂടെ ചെയ്യണം. ഓരോ ദിവസം പഠിക്കുന്ന സാധനവും അപ്പോൾ തന്നെ ആ ഒരു ടോപ്പിക്, ഓക്കെ ഇനി ഒരു സബ് ടോപ്പിക് ആണെങ്കിൽ ആ സബ് ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് തിങ് ഇസ് പ്രയോറിറ്റൈസ് വീക്ക് ഏരിയാസ്. അപ്പോൾ നമ്മളെല്ലാവരും പഠിക്കാൻ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും, ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കും. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇരിക്കുക കേട്ടോ. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഏത് ടൈമാണോ നോക്കിയിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുക. എന്നിട്ട് ഫസ്റ്റ് ആ ഒരു ഫ്രഷ് മൈൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും വീക്ക് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ആവട്ടെ, ചാപ്റ്റർ ആവട്ടെ, ടോപ്പിക് ആവട്ടെ, അതിൽ വെച്ചിട്ട് അങ്ങ് നിങ്ങളുടെ സ്റ്റഡീസ് തുടങ്ങാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ബിക്കോസ് അത്രയും വീക്ക് ആയിട്ടുള്ള സാധ്യത നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക് ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുക. നെക്സ്റ്റ് സ്റ്റേജ്. യെസ്, ഇവിടെ ഞാൻ ചെയ്യുന്നത് ടീച്ചിങ് ആണ്, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നതും ടീച്ചിങ് തന്നെയാണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സാം വരെ കുറേ കാലത്തേക്ക് ഓർത്തിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ
ടീച്ചിങ് ആണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കാം. അത് നമുക്ക് ഇനി ആൾക്കാരില്ല, പറഞ്ഞു കൊടുക്കാൻ ആരും നമ്മുടെ മുമ്പിൽ ഓഡിയൻസ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ തന്നെ ഞാൻ നോക്കിയാൽ നിങ്ങളോട് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടല്ലേ പറയുന്നത്. അതുപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്യാമറ ഒന്ന് പോയിട്ട് ഫോൺ എടുത്തിട്ട് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. ഒരു മിററിന് മുമ്പിൽ അങ്ങ് നിന്നിട്ട് പറയാം, യെസ് ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് യോർ സെൽഫ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഏറ്റവും സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടെയാണ് ടീച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ് ഇസ് റിവിഷൻ. ഏത് സാധനം നമ്മൾ പഠിച്ചാലും റിവൈസ് ചെയ്യാതെ ഒരു രക്ഷയുണ്ടാവില്ല. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നാളെ മറന്നു, നാളെ പഠിച്ച കാര്യം മറ്റന്നാൾ മറന്നു. അതുകൊണ്ട് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ റീകോൾ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച ടോപ്പിക്സിന് തൊട്ട് ശേഷമാണ്. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിച്ച കാര്യം ഇന്നത്തെ ഒരു ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇന്ന് ഇതൊക്കെയായിരുന്നു പഠിച്ചതെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഡേ പുതിയൊരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ഇതൊക്കെയാണ് പഠിച്ചതെന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ റിവിഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ സ്റ്റഡീസിൽ. അങ്ങനെ നിങ്ങൾ ഈ ഒരു 5 കാര്യങ്ങളും ഈ ഒരു 5 സ്റ്റഡി ഹാക്കും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ബെറ്റർ വെക്കാണ് മക്കളെ, ഇതേപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ടോപ്പറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ക്രിസ്മസ് എക്സാമിലെ ടോപ്പർ നിങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പേഴ്സ് എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ ഉണ്ടായതല്ല, നമ്മളെല്ലാവരും പോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ സ്ട്രാറ്റജീസിലൂടെയും പ്ലാനിലൂടെയും ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടായവരാണ്. അവരുടെ ഹാർഡ് വർക്കിലൂടെ തന്നെ ഉണ്ടായവരാണ് ടോപ്പർ എന്ന് പറയുന്നത്. സോ ക്രിസ്മസ് എക്സാമിലെ ടോപ്പർ ആവാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ ടോപ്പർ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.